ഹായ്, കെമിസ്ട്രിയില് തന്മാത്രകൾക്ക് എങ്ങനെ പേരിടുന്നത് അറിയാമോ? ആ ഒരു രഹസ്യ ഭാഷയുണ്ടല്ലോ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നോർത്തു നോക്കൂ, നമുക്ക് ചുറ്റും കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങളുണ്ട്. ഓരോന്നിനും അതിന്റേതായ ഘടനയും ഉപയോഗവുമുണ്ട്. അപ്പോ ഒരു സംശയം വരാം. ഇത്രയേറെ എണ്ണമുണ്ടെങ്കിൽ ഒരെണ്ണത്തെക്കുറിച്ച് കൃത്യമായി എങ്ങനെ സംസാരിക്കും? തീർച്ചയായും അതിനൊരു കിഡിലൻ സിസ്റ്റമുണ്ട്. കെമിസ്ട്രികളുടെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നൊക്കെ പറയാം. അതാണ് IUPAC, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യോർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. ശരി, നമുക്കിതിലേക്ക് കടക്കാം. പേരിടുന്നത് സിമ്പിളാണ്. വെറും 3 സ്റ്റെപ്പുകൾ. ഏറ്റവും നീളമുള്ള ചെയിൻ കണ്ടെത്തുക, നമ്പർ ചെയ്യുക, പിന്നെ ശാഖകളെ തിരിച്ചറിയുക. ഈ ശാഖകളെയാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഹൈവേയിലെ സൈഡ് റോഡുകൾ പോലെ. ഇനി ഏറ്റവും രസകരമായ ഭാഗം, എങ്ങനെയാ നമ്മൾ ചെയിനിന് നമ്പർ കൊടുക്കുക? ലക്ഷ്യം സിമ്പിളാണ്. ശാഖയ്ക്ക് ഏറ്റവും ചെറിയ നമ്പർ കൊടുക്കണം. അവസാനം ഇതെല്ലാം കൂടി ചേർത്ത് പേരുണ്ടാക്കാം. ആ നമ്പർ ശരിക്കും ശാഖയുടെ ഒരു അഡ്രസ് പോലെയാണ്. അഥവാ ഒരേപോലത്തെ ഒന്നിലധികം ശാഖകൾ വന്നാലോ, അപ്പൊ നമ്മൾ ഡൈ, ട്രൈ എന്നൊക്കെ ഉപയോഗിക്കും. പക്ഷേ കാർബൺ ചെയിനുകൾ എപ്പോഴും സിമ്പിൾ ആകണമെന്നില്ല. ഡബിള് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുകൾ വന്നാൽ എന്തു ചെയ്യും? അപ്പോൾ റൂളിന് ചെറിയൊരു മാറ്റം വരും. മുൻഗണന ശാഖയ്ക്കല്ല, ബോണ്ടിനാണ്. ബോണ്ടിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം. അതോടൊപ്പം പേരിന്റെ അവസാനവും മാറും. ഡബിൾ ബോണ്ടിന് മൈൻ എന്നും ട്രിപ്പിൾ ബോണ്ടിന് ഐൻ എന്നും ചേർക്കണം. ചിലപ്പോ ഈ കാർബൺ ചെയിനിലേക്ക് പുതിയ ചില അതിഥികൾ വരും. ഇവരാണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഇവർ വന്നാ പിന്നെ കളിയാകെ മാറും. ഉദാഹരണത്തിന്, ഒരു OH ഗ്രൂപ്പ് വന്നാൽ അത് ആൽക്കഹോളായി, COOH ആണെങ്കിൽ ആസിഡായി. ഓരോന്നിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതായത് ഏറ്റവും പ്രധാനമെന്താണെന്ന് വെച്ചാൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഒരു സംയുക്തത്തിന്റെ പേരും സ്വഭാവവും തീരുമാനിക്കുന്നത്. ഇത് നമ്മളെ ഭയങ്കര രസമുള്ളൊരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒരേ ആറ്റങ്ങൾ, പക്ഷേ ഘടന വ്യത്യാസമായാലോ? ഇവരെയാണ് ഐസോമറുകൾ എന്ന് പറയുന്നത്. ഒരേ ഫോർമുല, പക്ഷേ രൂപവും സ്വഭാവവും വേറെ. കെമിസ്ട്രിയിലെ രൂപം മാറുന്ന മാന്ത്രികർ. നോക്കൂ, ഈ രണ്ടിനും C5H12 എന്ന ഒരേ ഫോർമുലയാണ്. പക്ഷേ ഘടന മാറിയതുകൊണ്ട് പേരും ഗുണങ്ങളും കംപ്ലീറ്റ്ലി വേറെയാണ്. ഈ ഘടനയിലുള്ള വ്യത്യാസങ്ങൾ പല തരത്തിലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 നമുക്കൊന്ന് നോക്കിയാലോ? ആദ്യത്തേത് ചെയിൻ ഐസോമെറിസം. ഇവിടെ കാർബൺ ചെയിനിന്റെ പ്രധാന ഘടന, അതായത് നട്ടെല്ല് തന്നെ മാറും. അടുത്തതാണ് പൊസിഷൻ ഐസോമെറിസം. ഇവിടെ പ്രധാന ചെയിൻ അതുപോലെ തന്നെയിരിക്കും, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാനം മാറും. ഇത് നോക്കിയാൽ സംഭവം ക്ലിയറാവും. OH ഗ്രൂപ്പിന്റെ സ്ഥാനം 1 നിന്ന് 2 മാറിയപ്പോൾ അത് പുതിയൊരു കോമ്പൗണ്ടായി. അവസാനത്തേതാണ് ഫങ്ഷണൽ ഐസോമറിസം. ഇവിടെ ആറ്റങ്ങള് സെയിം തന്നെ, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് മൊത്തത്തിൽ മാറും. അതായത് സ്വഭാവം കംപ്ലീറ്റായി മാറും. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കെമിസ്ട്രിയില് ഘടനയാണ് എല്ലാം, അല്ലേ? ഒരു ചെറിയ മാറ്റം പോലും എത്ര വലിയ സാധ്യതകളാണ് തുറന്നു തരുന്നത്.